ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക, പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക, അല്ലാത്തത് മറ്റുള്ളവർക്കായിട്ട് കൊടുത്തേക്കുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ ഒരു ശത്രു, നിങ്ങൾ ചിലപ്പോൾ അവരെ അങ്ങനെ ശത്രുവായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ അവരങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളർച്ചയെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ നെഗറ്റീവായിട്ടുള്ള ക്രിയകൾ ചെയ്തുകൊണ്ടാകാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഉദ്ദേശത്തോടെയുള്ള പ്രാർത്ഥനകളാകാം. ഇവിടെ അങ്ങനെ ഒരു വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണിത്. നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ ഇവർക്ക് അസൂയ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകുന്നത് കാണുമ്പോൾ ഇവരിൽ അസൂയ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻസ് നടക്കുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇവർ വല്ലാതെ അസ്വസ്ഥരാണ്. അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതിൻ്റെ റീസൺ അവർക്ക് അസൂയ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എപ്പോഴും അനാവശ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെടാനും തെറ്റായ ഉപദേശങ്ങൾ തരാനുമൊക്കെ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സുകൊണ്ട് വളരെയധികം നിങ്ങളോട് ശത്രുതയാണ് ഇവർക്ക്. അത് നിങ്ങളൊരു ദ്രോഹം അവർക്ക് ചെയ്തത് കൊണ്ടല്ല. ഈ ഒരു അസൂയ, അവരുടെ ഉള്ളിലുള്ള ഈ ഒരു അസൂയ അവരെ നെഗറ്റീവായിട്ടുള്ള ക്രിയകളെ കൂട്ടുപിടിക്കാൻ പോലും കാരണമാക്കി. അതായത് നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങളെ നശിപ്പിക്കണമെന്നല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കണം. നിങ്ങൾ സന്തോഷിക്കാൻ പാടില്ല, അവരെക്കാൾ ഉയരാൻ പാടില്ല, ആ ഒരു രീതിയിലാണ് അവരുടെ ചിന്ത. അതുപോലെ ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ പുറകിൽ തന്നെയുണ്ട്. അതായത് നിങ്ങളെ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്നും ഡിസ്ട്രാക്റ്റ് ചെയ്തുകൊണ്ട്. കാരണം ഇവർ നിങ്ങളുടെ ഗ്രോത്ത് തടയാനാണ് ആഗ്രഹിക്കുന്നത്. ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ കയറിപ്പറ്റാനും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കയറിപ്പറ്റാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ വളരെ സിമ്പതിയൊക്കെ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കഥകൾ പറഞ്ഞ് കള്ളക്കരച്ചിലൊക്കെ നിങ്ങളുടെ മുൻപിൽ കാണിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോടായിരിക്കാം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ളത്. ഇവരൊരു തേർഡ് പാർട്ടി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവർ നിങ്ങളുടെ വീട്ടിൽ കയറി പറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ കള്ളക്കരച്ചിലൊക്കെ കാണിച്ച് അവരുടെ വലയിൽ വീഴ്ത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ എന്നുള്ള രീതിയിൽ. അതായത് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിൽ, നിങ്ങളുടെ ജീവിതങ്ങളിൽ, നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളിലും അനാവശ്യമായിട്ട് ഇടപെടാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇവർ നിങ്ങളുടെ വീട്ടിൽ കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇവർ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാനൊക്കെ സാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവരെ വീട്ടിലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുത്തിച്ചാൽ. ഈ തരത്തിലുള്ള എന്തോ ഒരു പദ്ധതി അവരുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്കെതിരായിട്ട് എന്തോ ഒരു പദ്ധതി ഇവരുടെ മനസ്സിലുണ്ട്. നിങ്ങളൊത്ത് ഒരു ഗെയിം കളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട്, നിങ്ങളുടെ ലൈഫിനെതിരായിട്ട് ഒരു ഗെയിം കളിക്കുന്നത് പോലെയാണ് ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു പദ്ധതി. ഇത് ഡിവൈനിൽ നിന്നുള്ളൊരു വാർണിംഗ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നിങ്ങൾ വളരെയധികം ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. ചിന്തിച്ച് മാത്രം ഇവരുമൊത്ത് ഇടപെടുക. എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ ഇവർ നിങ്ങൾക്ക് നൽകാൻ നോക്കിയാലും വളരെയധികം ചിന്തിച്ച് മാത്രം അത് കേൾക്കുക. അത് ചെയ്യണോ വേണ്ടോ എന്ന് പിന്നീട് ചിന്തിക്കുക, നന്നായിട്ട് ചിന്തിക്കുക. ഈ വ്യക്തി തന്നെ നിങ്ങൾക്കെതിരായിട്ട് പുറത്തുള്ളവരോടും മോശമായിട്ട് സംസാരിക്കാം. നിങ്ങളുടെ കൂടെ ആരാണോ ഇങ്ങനെ കൂടിയിരിക്കുന്നത്, അല്ലെങ്കിൽ കരച്ചിൽ കാണിച്ച് നിങ്ങളുടെ പുറകിൽ ഗെയിം കളിക്കുന്നത്, ഈ വ്യക്തി തന്നെയാണ് പുറത്ത് നിങ്ങളുടെ പേര് മോശമാക്കുന്നത്. പലതരത്തിലുള്ള ഗൂഢാലോചനകൾ ഇവർ നടത്തിയിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നുണ്ട്. ഇവരിൽ നിന്നും നിങ്ങൾ ഡിസ്റ്റൻസ് വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവർ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ദോഷമായിട്ട് ചെയ്തേക്കാം. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു നെഗറ്റീവ് ക്രിയകളുടെ, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ തകർക്കാനായിട്ട് ഇവർ ശ്രമിച്ചേക്കാം, അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഡിലേ വരുത്താനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷേ നിങ്ങളിൽ ചിലർ നിങ്ങളുടെ കരിയറിൽ
ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാകാം. ചിലപ്പോഴും നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടാകാം. പുറമേ നിന്ന് ഇവർ നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിലും കൂടുതലായിട്ട് നിങ്ങൾ വിജയിക്കും എന്നുള്ള കാര്യം ഈ ഒരു വ്യക്തിക്ക് അറിയാം, അല്ലെങ്കിൽ അവർക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട്, അതിനെയൊക്കെ എങ്ങനെ നശിപ്പിച്ച് കളയാം എന്നിവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു കാര്യത്തിലൊക്കെയും. കാരണം അവർ നിങ്ങൾക്കെതിരായിട്ട് എത്രയധികം തിന്മകളാണോ ആലോചിക്കുന്നത്, അത്രയധികം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവുകയാണ്, മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഈവൻ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തി അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇവർ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് കേൾക്കാനാണ് കാത്തിരിക്കുന്നത്. പക്ഷേ അവർക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവരറിയുന്നത് നല്ല നല്ല വാർത്തകളാണ് നിങ്ങളെക്കുറിച്ച്. അവർക്ക് ഈ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാഡ് ന്യൂസാണ്. ചിലപ്പോൾ നിങ്ങളിൽ ചിലർ പുതിയൊരു വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പുതിയൊരു വീട് വെക്കാനോ അതിനൊക്കെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത് വരണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തൊന്നും വർദ്ധിക്കാൻ പാടില്ല, എപ്പോഴും ഇവരുടെ ആ ഒരു കൺട്രോളിൽ, അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്ന രീതിയിൽ ഇവരെക്കാൾ താഴെ ഇങ്ങനെയൊക്കെ ഇരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എത്രയൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള തിന്മകൾ ഇവർ ചിന്തിക്കുന്നുവോ അത്രയധികം വളർച്ചയാണ് നിങ്ങളിൽ ഉണ്ടാകുന്നത്. അതുപോലെ നിങ്ങളുടെ സമ്പത്തിൽ അവർ കണ്ണ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പൈസ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ദൂർത്തടിച്ച് കളയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും സേവിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ ഹാർഡ് വർക്കൊക്കെ ചെയ്തോ, പക്ഷേ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കരുതെന്നാണ്. ഇവർ നിങ്ങളുടെ പൈസയിൽ, സമ്പത്തിൽ ഒക്കെ ഇവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടാതെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലും ഇവർക്കൊരു കണ്ണുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള, അല്ലെങ്കിൽ റിലേറ്റീവ്സോ അങ്ങനെ ഫാമിലി മെമ്പറായിട്ടുള്ള ഒരു വ്യക്തിയാകാം. പുറത്തു നിന്നൊരു വ്യക്തി ആകണമെന്നില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ നിങ്ങൾ അത്രയും അറിയുന്ന ഒരു വ്യക്തിയാകാം. ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് കടന്നുകൂടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞ് കടന്നുകൂടാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർ നെഗറ്റീവായിട്ടുള്ള ക്രിയകൾ പോലും ചെയ്തേക്കാം. കാരണം ഇവരുടെ ആ ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട്, ഇവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് അത്രയും അസൂയയാണ്. വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു സ്ത്രീയുടെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ജെൻഡർ റീഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന രീതിയിൽ എടുക്കാം. പക്ഷെ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, വളരെയധികം അസൂയയുള്ള, ഈഗോ, അഹങ്കാരം ഒക്കെയുള്ളൊരു സ്ത്രീയുടെ എനർജിയാണ് കാണുന്നത്. ഇവർക്ക് നിങ്ങളുടെ പൈസയിൽ നിന്നും എങ്ങനെ ബെനിഫിറ്റ് എടുക്കണം, നിങ്ങളുടെ പൈസയിലാണ് കണ്ണ്. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പൈസയാകാം. എന്തു തന്നെയായാലും നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന ആ ഒരു പൈസയിലാണ് ഇവരുടെ കണ്ണ്. അതിൽ നിന്നും ഇവർക്ക് എത്രയും ബെനിഫിറ്റ് എടുക്കണം, ഈ രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഈവൻ ഇവർ ഒരു ബ്ലാക്ക് മാജിക് ചെയ്യുന്ന, അല്ലെങ്കിൽ നെഗറ്റീവ് ക്രിയകൾ ചെയ്യുന്ന വ്യക്തികളെയോ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പ്രാർത്ഥനകളോ ഒക്കെ ആകാം, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനു പോലും അവർ തയ്യാറായി, അതൊക്കെ ചെയ്യാൻ പോലും തയ്യാറായി എന്ന് കാണാം. ഇവർ നിങ്ങളുടെ പൈസ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപക്ഷെ പ്രോപ്പർട്ടിയും ആഗ്രഹിക്കുന്നുണ്ട്, അതായത് നിങ്ങളുടെ സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ തകരുന്നത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോകുന്നതൊക്കെ ഇവർ കാണുമ്പോൾ ഇവരുടെ സമാധാനമാണ് ഇവിടെ നശിക്കുന്നത്. ഈ ഒരു സ്ത്രീയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടേണ്ട ആവശ്യം വളരെ അധികമായിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ഇവരുടെ മോശമായിട്ടുള്ള ആ ഒരു കണ്ണ് പതിഞ്ഞിട്ടുണ്ട്. ഇത് വേറെ ആരുമല്ല, നിങ്ങൾക്ക് വളരെ അടുത്ത് അറിയുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫാമിലിയിൽ നിന്നുള്ള ഒരു വ്യക്തിയാകാം. നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുക. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഈ ഒരു വ്യക്തിയുമൊത്തുള്ള ആ ഒരു കോണ്ടാക്റ്റൊക്കെ നിങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടാകാം. കാരണം ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഇവരിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവരുടെ ഡാർക്കായിട്ടുള്ള ഈ ഒരു ചിന്തകൾ നിങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. ആ ഒരു കാരണം കൊണ്ടാകാം നിങ്ങൾ ഇവരുമായിട്ടുള്ള ഈ ഒരു കോണ്ടാക്റ്റ് അവസാനിപ്പിച്ചത്. ഈ ഒരു സമയത്ത് ഇപ്പോഴും നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ഒരു സംസാരമൊക്കെ അവസാനിപ്പിച്ചെങ്കിൽ പോലും, ഇവരുടെ ഈ ഒരു കരച്ചിൽ, സിമ്പതി നിറഞ്ഞ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വീണ്ടും രണ്ടാമതും നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളെ സമീപിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഇവർ വരുമ്പോൾ നിങ്ങൾ ഇവരോട് സിമ്പതി കാണിക്കേണ്ടയോ, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആകേണ്ടയോ, ഇമോഷണൽ ആകേണ്ടയോ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ഇവരുടെ ഈ ഒരു വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ട പോലും ആവശ്യമില്ല. കാരണം ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് വളരെയധികം കൗശലക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. കാരണം ഇവർ നിങ്ങളുടെ ജീവിതം വെച്ചാണ് കളിക്കാൻ ശ്രമിച്ചത്. ഇവരുമൊത്ത് നിങ്ങൾ എത്രത്തോളം അകലം പാലിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്.
ഡിവൈൻ അതാണ് നിങ്ങളോട് ഇവിടെ പറയുന്നത്. ആ ഒരു അകലം നിങ്ങൾ വെക്കുമ്പോൾ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വരുന്നത്. അപ്പോഴായിരിക്കും കൂടുതൽ ഉയർച്ചകൾ നിങ്ങളിൽ ഉണ്ടാകുന്നത്. കാരണം നിങ്ങളിൽ ആ ഒരു സമയത്ത് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല. നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനോ നിങ്ങളുടെ വഴിതെറ്റിക്കാനോ നിങ്ങളുടെ സമാധാനം കെടുത്താനോ അങ്ങനെ ഒരു വ്യക്തി ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ആവുകയും നിങ്ങൾക്ക് ഉയരണമെന്ന് തോന്നുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. കാരണം നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു നല്ല നല്ല കർമ്മങ്ങൾ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരും. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ നിന്നാൽ അതുണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. പക്ഷേ നിങ്ങൾ രണ്ടാമതും ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ അനുവദിച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ലാത്ത മറ്റൊരു രീതിയിൽ, നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടാകും. നിങ്ങൾ പാസ്റ്റിൽ നിന്നിരുന്ന അതേ സ്റ്റേജിലേക്ക് നിങ്ങൾ വീണ്ടും ചെന്നെത്തും. അതേ പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ചിലർക്കൊക്കെ ഇതൊരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാകാം. ഒരുപാട് നഷ്ടങ്ങൾ കാണുന്നുണ്ട്. ഒരിക്കൽ നിങ്ങളുടെ സമ്പത്തിലൊക്കെ അവർ കണ്ണ് വെച്ച് അതൊക്കെ തട്ടിയെടുക്കാൻ പദ്ധതിയിട്ട ആ ഒരു കാര്യങ്ങളെല്ലാം സക്സസ് ആകും. നിങ്ങളുടെ വീട്ടിലേക്ക് അവർ കടന്നു വരാനായിട്ട് വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ വീണ്ടും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ക്രിയകൾ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വെക്കാനോ, അതായത് നിങ്ങളെ തകർക്കണം. നിങ്ങളെ വിജയിക്കാൻ പാടില്ല, നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. ആ ഒരു ലക്ഷ്യം അവർക്ക് നിറവേറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടണം. മെയിനായിട്ട് നിങ്ങളുടെ നല്ലൊരു ഫാമിലി ലൈഫ് നഷ്ടപ്പെടുത്തണം. ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഡാർക്ക് എനർജി ഉള്ളൊരു വ്യക്തിയാണിത്. ഇവരിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും അകലം പാലിക്കുക തന്നെ വേണം. നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുക. നിങ്ങളുടെ യാതൊരു നന്മയും നല്ലതും ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് പൈസയോടൊക്കെ വളരെയധികം ആർത്തിയാണ്. വളരെയധികം ആർത്തിയുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഇവരുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഉള്ള അത്രയും പൈസയോ സമ്പത്തോ ഒന്നും ഉണ്ടാകണമെന്നില്ല. അല്ല, ഇനി ഉണ്ടെങ്കിൽ പോലും ഒരു വളരെയധികം ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് എത്രയുണ്ടെങ്കിലും മറ്റുള്ളവരതിനു കൂടെ വേണം എന്നുള്ളൊരു ചിന്ത, അത്രയധികം ആർത്തി, ആ ഒരു രീതിയുമാകാം. നിങ്ങളുടെ മാരീഡ് ലൈഫിൽ പോലും ഇവർ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് കാണാം. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഇടയിലും നിങ്ങളുടെ ഇടയിലും വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടാവാം. ഇവരെപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് കാര്യങ്ങൾ പറയാൻ ഇവർ വരുന്നു, ഇൻ്റർഫെയർ ചെയ്യുന്നു, അപ്പോഴൊക്കെ നിങ്ങളുടെ മാരീഡ് ലൈഫിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴൊക്കെയാണോ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദൂരെ പോയത്, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായത്, ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ ജീവിതം സമാധാനപൂർണ്ണമായിരുന്നു. ഈ ഒരു സ്ത്രീ നിങ്ങളുടെ ഇമോഷൻസ് വെച്ച് ഒരുപാട് കളിച്ചിട്ടുണ്ട്. പലതവണയും നിങ്ങളുടെ ഇമോഷൻസിനെ ഇവർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാകാം. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നിങ്ങളുടെ ഇമോഷൻസ് ഈ ഒരു വ്യക്തി കാരണം പോയിട്ടുണ്ടാവാം. അതായത് വളരെയധികം സന്തോഷത്തോടെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നാലും അതൊരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ നിന്നും ആയിരിക്കാം ആ സന്തോഷം, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായാലും ഈ ഒരു വ്യക്തി വന്നിട്ട് നിങ്ങൾക്ക് ഉപദേശം തരുന്നത് അതിനെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ആ ഉണ്ടായ സന്തോഷം മാറുകയും നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവ് ആക്കുകയും ചെയ്തിരുന്നു. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് നോക്കിയാൽ മനസ്സിലാവും ആ സ്ത്രീ എത്രത്തോളം ആ ഒരു പെൻറ്റക്കിൾസ്, അതായത് ആ പൈസയിൽ അവരുടെ കണ്ണ് വെച്ചിരിക്കുന്നു എന്നുള്ളത്. ആ രീതിയിലാണ് ഈ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ പൈസയുടെ മേൽ അവർ കണ്ണ് വെച്ചിരിക്കുന്നത്. അവർ ഇങ്ങനെ റാണിയെ പോലെ ഇരുന്നിട്ട് മറ്റുള്ളവരുടെ പൈസ അവരുടെ അടുത്ത് വരട്ടെ, ആ ഒരു രീതിയിലുള്ള ചിന്ത, അതാണ് ഇവർ ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഗെയിം എല്ലാം കളിക്കുന്നത്. എന്നിട്ട് ആ പൈസയെല്ലാം നിങ്ങൾക്ക് നഷ്ടമാകുന്നത് കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നഷ്ടത്തിലൂടെ കടന്നു പോകണം, അവരുടെ കൺട്രോളിൽ നിൽക്കണം, അല്ലെങ്കിൽ അവർക്ക് താഴെ നിൽക്കണം. ആ ഒരു രീതിയിലാണ് അവരുടെ ജീവിതം പെർഫെക്റ്റ് ആവണം, അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നടക്കണം, അവരുടെ ലൈഫ് സെറ്റിൽഡ് ആക്കണം. ആ ഒരു രീതിയിൽ അവർ ഒരു റാണിയെ പോലെ അവർക്കെല്ലാം വേണം. പക്ഷെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരട്ടെ, നിങ്ങൾ ജീവിതത്തിൽ ഉയരണ്ട. ഇൻ കേസ് നിങ്ങളുടെ ഫാമിലിയിൽ പൈസ വന്നാൽ പോലും അത് അവരുടെ അടുത്ത് ചെല്ലട്ടെ എന്നുള്ള രീതിയാണ് അവരുടെ ചിന്ത. നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ഇവിടെ ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ഒരു ശത്രു അല്ലെങ്കിൽ നിങ്ങളെ ശത്രുവായിട്ട് കാണുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഒന്നും എടുത്തുകൊണ്ട് പോകില്ല. പക്ഷേ നിങ്ങൾ അലേർട്ടായിട്ട് ഇരിക്കേണ്ടതുണ്ട്. നിങ്ങൾ അവർ വന്നാൽ അവരെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിർത്തുക, ബൗണ്ടറിയുടെ അപ്പുറത്ത് നിർത്തുക, ആ ഒരു രീതിയിൽ നിർത്തുക.
അവരെന്ത് പറഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കുന്നില്ല. അവരുടെ സങ്കടം ഉണ്ടെങ്കിൽ അത് അവരുടെ, അത് നിങ്ങളുടെ അല്ല. അത് നിങ്ങളിലേക്ക് എടുക്കേണ്ട ആവശ്യവുമില്ല. അവർ കൊണ്ടുവരുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഡാർക്കായിട്ടുള്ള എനർജി നിങ്ങൾ അബ്സോർബ് ചെയ്ത് എടുക്കാതിരിക്കുക. അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചിന്തിച്ചു മാത്രം ഓരോ സ്റ്റെപ്പും എടുക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ഇതിൽ ചെയ്താൽ നിങ്ങൾക്ക് വലിയ ഒരു വില കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ഈ ഒരു വ്യക്തി വളരെയധികം മാനിപ്പുലേറ്റീവാണ്, ടോക്സിക്കാണ്. അത് നിങ്ങൾക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത, നിങ്ങൾക്ക് നന്മ നൽകാത്ത, നിങ്ങൾക്ക് പോസിറ്റിവിറ്റി നൽകാത്ത ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലോ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ എനർജിയും അനാവശ്യമായിട്ട് വേസ്റ്റാക്കി കളയാതിരിക്കുക. നിങ്ങൾ കമ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നന്മ നൽകുന്ന കാര്യങ്ങളിലാണ്, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യങ്ങളിലാണ്. അതിൽ നിങ്ങൾ 100% കമ്മിറ്റഡ് ആയിട്ടിരിക്കുക. അത് ഇന്ന് തന്നെ കമ്മിറ്റഡ് ആയിട്ടിരിക്കുക. ഈ ഒരു ജീവിതത്തിലെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെ ഹീല് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് അവരുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആക്കിയ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിനെ ഹീല് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളെ തന്നെ ഹീല് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെ ഹീല് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾ എത്രത്തോളം ആ ഒരു വ്യക്തിയെ പിടിച്ചു വെക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വേദനയും കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. ഒരു വ്യക്തി നിങ്ങളോട് എങ്ങനെയാണോ പെരുമാറിയത് അത് നിങ്ങൾ വിശ്വസിക്കുക. അവർ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളോട് അവരുടെ ആ ഒരു തനി സ്വഭാവം കാണിച്ചിട്ടുണ്ടാകാം, അത് നിങ്ങൾ വിശ്വസിക്കുക. അല്ലാതെ അവരെ മാറ്റാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അവർ ഇന്ന് മാറും നാളെ മാറും എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അവരൊരിക്കലും മാറില്ല. അത് നിങ്ങൾക്ക് കൂടുതൽ വേദനകൾ മാത്രമേ നൽകുകയുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.